അങ്ങനെ പാഞ്ചഭൗതികമായ ശരീരത്തിന്റെ വില തന്നെ എത്രയോ ലക്ഷങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ വില 640 അല്ല. ഇങ്ങനെയുള്ള മനുഷ്യരെല്ലാം പറഞ്ഞത് സമൂഹത്തിന്റെ വിലയാണ്. മാനവ മൂല്യം ആരും ചൂണ്ടിക്കാണിച്ചില്ല. സമൂഹം നിലനിൽക്കണം, അതിനുവേണ്ടി ആയിരങ്ങൾ 10,000 കൊല്ലപ്പെടുന്നതിൽ ആർക്കും ഒരു പ്രയാസമില്ല. ബാബറി മസ്ജിദിന്റെ പേരിൽ, അയോധ്യയുടെ പേരിൽ, നിലയ്ക്കലിന്റെ പേരിൽ നമ്മയെല്ലാം വലയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി. നേരെ മറിച്ച് പ്രിയസനെ മനുഷ്യന്റെ വില എല്ലാവരും സമൂഹത്തിന്റെ വില മാത്രം പരിഗണിച്ചു. ഒരു മനുഷ്യന്റെ വില ആരും പരിഗണിച്ചില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ മൂല്യം പരിഗണിച്ചത് യേശുക്രിസ്തു എന്ന മഹാഗുരുവാണ്. അവിടുന്ന് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ന് പ്രയോജനം അല്ല, ജീവനെ വീണ്ടുകൊള്ളുവാൻ എന്ന് മറുവില ഒരു മനുഷ്യൻ സർവ്വലോകത്തേക്കാളും വിലയേറിയവനാണ്. ആ ഒരു മനുഷ്യന്റെ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് രാത്രിയാമത്തിൽ യെരുശലേമിൽ നിക്കോദെമസിനെ തേടിപ്പോയത്. ആ ഒരു വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം നട്ടുച്ചവേളയിൽ ശമരിയിലെ കിണറ്റിന്റെ കരയിലെത്തി സംവാദത്തിന് ഏർപ്പെട്ടത്. ഒരു വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കിയാണ് ശബ്ദനഗരിയായിരിക്കുന്ന യെരിഹോയിൽ സഖായിയെ തേടിപ്പോയത്. ആ ഒരു വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കിയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളോടും പ്രസംഗിക്കണം. പാപം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പാപത്തെ പാപമായി പറയുമ്പോൾ മദ്യപാനം, വ്യഭിചാരം എല്ലാം ഇന്ന് വളരെ വ്യാപകമാണ്. ഇപ്പോൾ മദ്യപാനം സാധാരണക്കാരെ മാത്രമല്ല, അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് വീര്യം വേണമെങ്കിൽ വീര്യം നുരയ്ക്കുന്ന കുപ്പികൾ മുമ്പിൽ ഉണ്ടായിരിക്കണം. ആ സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ മദ്യപാനത്തെ വളരെ വെറുത്തു. പണ്ടൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് മദ്യപാനം നമ്മൾ അറിയിക്കുന്നത് കള്ളുഷാപ്പാണ് അറിയിക്കുന്നത് പാളകെട്ടി തൂക്കി എന്നാണ്. ശരിയാണോ അറിഞ്ഞുകൂടാ, പറഞ്ഞു കേട്ടതാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കള്ളുഷോപ്പ് എന്ന് പറയുന്നത് പന്തളത്ത് വെച്ചൊരു ബോർഡ് കണ്ട് ആദ്യമായിട്ട് ഇതുവഴി വരുന്ന കാലത്ത് കണ്ട ബോർഡാണ്. അതിൽ ക എന്ന അക്ഷരം ഒരു ഖമനീയമായി ഒരു പെൺകുട്ടിയുടെ പടം വരച്ച് അതിനകത്ത് ക ഒരു കേട്ടുണ്ട്. അത് കഴിഞ്ഞ് കള്ള് എന്ന ഈ അക്ഷരം ഒരു പെൺകുട്ടിയുടെ മനോഹരമായ കണ്ണ്, ആ കണ്ണിനകത്താണ് ഇള്ള എന്ന അക്ഷരം. കള്ള് കലാപരമായി ഇടയ്ക്കൊരു കോപ്പയും. അതുകൊണ്ട് കള്ള് കലാപരമായി കൗതുകരമായി റോഡിലേക്ക് ചരിച്ചു വെച്ച ബോർഡിലൂടെയാണ് വിളംബരം ചെയ്യുന്നത്. ഇപ്പോൾ കള്ള് ഷോപ്പ്, സുഖനിവാസ്, ഇങ്ങനെ എന്തെല്ലാം പേരാണ് അല്ലെ, സുരാലയം എന്നൊക്കെയാണ് പേര്. എന്തെല്ലാം വ്യത്യാസമാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ കള്ളുകുടി എന്ന് പറയുന്നത് പാപമല്ലാതായി. നാണമില്ലാതെ മണിക്കൂർ കണക്കിനല്ലേ നീണ്ട ക്യൂ നിൽക്കുന്നത് വിദേശ ഷാപ്പുകളുടെ വാതിക്കൽ. എവിടെ മാന്യന്മാരെല്ലാം കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ലോകത്തിൽ ഏറ്റവും വ്യാപകമായി തീർന്നു. ഞാൻ ഇരവേരൂരായിരുന്നു താമസം. അവിടെ ഇരവേരൂരേക്ക് പോകുമ്പോൾ ബസ്സിന് കയറാൻ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ അടുത്ത് ഒരു SD ഫാർമസി ഇപ്പോഴും അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ SD ഫാർമസിയിലേക്ക് കയറും. അവിടെ വൈദ്യനും ഞാനും വളരെ സ്നേഹിതന്മാരായി. ഞാനിങ്ങനെ വൈദ്യരോട് എനിക്ക് അത്യാവശ്യമായിരിക്കുന്ന ത്രിഫലാദി തൈലം അന്നും ഇന്നും അതാണ് തേക്കുന്നത്, അത് വാങ്ങിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ അഗസ്ത്യ രസായനം കഫം കുറയ്ക്കാൻ വേണ്ടി അതെല്ലാം വാങ്ങിക്കും. ഒരു വട്ടം തോന്നി വൈദ്യൻ ഇത്രയും പരിചയമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തോട് സുവിശേഷം പറയണം യേശുക്രിസ്തുവിനെ കുറിച്ച്. വൈദ്യരോട് പറഞ്ഞു, വൈദ്യരെ 5 മിനിറ്റ് എനിക്ക് അനുവദിക്കണം, ഒരു കാര്യം പറയാം. പറഞ്ഞോ കൃഷ്ണൻകുട്ടി എന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, വൈദ്യരെ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഉടനെ വൈദ്യൻ വിടുമോ? ആദ്യം കുറച്ചേരം ആലോചിച്ചു. കൃഷ്ണൻകുട്ടി, എനിക്ക് ചോദിക്കാം വൈദ്യരെ. ക്രിസ്തു പറഞ്ഞതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെല്ലാം ജീവിക്കുന്നത്. ഉത്തരം പറയാൻ അറിയാതെ വിഷമിച്ച് ഞാൻ വിഷമവൃത്തത്തിൽപ്പെട്ടു. അങ്ങനെ നിന്ന് 4 വശത്ത് നോക്കിയപ്പോൾ രാജൻ എന്നെ കണ്ണ് ചെന്ന് ഉടക്കി. അവിടെ ഇരുന്ന ഗുരുസ്വാമിയുടെ പടത്തിൽ വാടാമാല കടാവിളക്ക് ചാരുവായ ചന്ദനത്തിരി കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുമാനിച്ചു വൈദ്യൻ ഗുരുസ്വാമി ഭക്തനാണെന്ന്. എന്നിട്ട് ഞാൻ വൈദ്യരോട് ചോദിച്ചു, വൈദ്യരെ, ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട് ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത്. അങ്ങനെയാണ് ഈഴവരൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഒരുപടി വിജയിച്ച മണ്ഡലായിരുന്നു. വൈദ്യനും കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയാണ് കൃഷ്ണൻകുട്ടി, പക്ഷേ. ഞാൻ ചോദിച്ചെന്ത് പക്ഷേ? വൈദ്യൻ, ഈഴവൻ ചെത്തുന്ന കള്ള് ഇവിടുത്തെ മാപ്പിള സമം നസ്രാണി കുടിച്ചില്ലെങ്കിൽ ഈഴവൻ പണ്ടേ ചെത്ത് നിർത്തുമായിരുന്നു. ശരിയല്ലേ? അല്ലേ? ഇത് മുഴുവൻ കുടിച്ചു തീർക്കുന്ന ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്മസും ഈസ്റ്ററും 2 പെരുന്നാളുകൾ വരുമ്പോൾ ഞാൻ അതിനിട്ടിരിക്കുന്ന പേര് കള്ള് ഷോപ്പ് ശുദ്ധീകരണ ദിവസമെന്നാണ്. അന്നാണ് കള്ള് ഷോപ്പിലെ കലങ്ങളെല്ലാം കാലിയാകുന്നത്. നാട്ടിലെ വയസ്സായ പശുക്കളും കാളയും ഒക്കെ കാലിയാകുന്നതാണ്. ആണ് ചുരുക്കത്തിൽ കള്ള് ഷോപ്പ് ശുദ്ധീകരണ ദിവസം എന്ന് തന്നെ വിളിക്കാം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കുടിച്ചു തീർക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കവി പറഞ്ഞതുപോലെ, ചിത്തേ ഭ്രാന്തേ മദ്യപാനാൽ ഭ്രാന്തേ ചിത്തേ പാപര്യതിരാം ഉപൈതേ പാപങ്കൃത്വ ദുർഗതിയും യാതി മൂഢ തസ്മാത് ആപേയം നൈവയം മദ്യം. അത് കുടിക്കുവാനുള്ളതല്ല എന്ന് പറഞ്ഞാണ് കവി പറഞ്ഞത്. ഇത് അകത്തായ വിദ്യയെല്ലാം പുറത്താകും. റോഡ് കണ്ടാൽ ആറാണ് തോന്നും. ആറാണെന്ന് തെളിച്ച് റോഡ് നീന്താൻ തുടങ്ങിയാൽ മുട്ടൊടിയും. പിന്നെ 6 മാസം. അതുപോലെ ഇത് കുറെ അകത്തായാൽ വെള്ളയടിച്ച് നിർത്തിയ മയിൽക്കുറ്റി കണ്ടാൽ മത്തായിയാണോ മാധവനാണോ
ആരാണെന്ന് സംശയം. അങ്ങനെ മയിൽക്കുറ്റിയെ കണ്ട് മാധവ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ച് മയിൽക്കുറ്റി വന്നെങ്കിൽ മടക്കി തൊഴിച്ച് മാസങ്ങൾ ആശുപത്രി കിടക്കുമ്പോൾ, അതുപോലെ ഇവിടെയുള്ള മത്തായിമാരും അതുപോലെ ചെയ്യുമ്പോൾ ഇവര് ഇതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇത് കുറേ അകത്തായ വിദ്യയെല്ലാം പുറത്താകും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കുക. മാനസാന്തരപ്പെടുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നത് വേറെ കാര്യം. ഞാൻ അത്രയും പറഞ്ഞു വിടുകയാണ്. സമയം പരിമിതി ഉണ്ട്, ഇനി വിശദീകരിക്കുന്നില്ല. മനുഷ്യൻ ജന്മനാ പാപിയാണ്, കർമ്മനാ പാപിയാണ്. ഇപ്പോൾ വ്യഭിചാരത്തെ ആരും കാര്യമായി പറയാറിയില്ല. കാരണം അമേരിക്കയുടെ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അമേരിക്കയിലെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സമ്പ്രദായം അത് ബിബ്ലിക്കൽ അല്ല, ബൈബിൾ എതിർക്കുന്ന പാപമാണ്. അതുപോലെ തന്നെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക, വിടുക, പിറ്റേ ദിവസം കെട്ടുക. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ പറയുന്നത് അമേരിക്ക കാണപ്പെട്ട സ്വർഗമാണ്. ഞാൻ 3 വട്ടം പോയിട്ടുണ്ട്. ഞാനൊരിക്കൽ അമേരിക്കയിൽ ചിക്കാഗോ എന്ന് പറയുന്ന പട്ടണത്തിൽ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൻ്റെ മുറ്റിൽ നിൽക്കുകയാണ്. ആ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇതേ വേഷത്തിലാണ് അവിടെയും. അതേ ചെന്നപ്പോഴത്തേക്കും എൻ്റെ സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു, കൃഷ്ണൻകുട്ടി സഹോദര അവിടെ നിൽക്കാൻ പാടില്ല, എന്തുകൊണ്ട് ഈ വേഷത്തിൽ അവിടെ നിൽക്കാൻ പാടില്ല? ഞാൻ ഉടനെ ഇവിടുത്തെ സായിപ്പിന് തുണിയില്ലാതെ എൻ്റെ നാട്ടിൽ വരാമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ മാന്യമായ വേഷത്തിൽ എന്തുകൊണ്ട് എനിക്കിവിടെ നിന്നുകൂടാ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ അടുത്തൊരു ഗ്രാമമുണ്ട്, കല്യാണം കഴിച്ച് താമസിക്കുന്ന ഗ്രാമമാണ്. ഹോമോസെക്സ്വലുകൾ ആ കൂട്ടത്തിൽപ്പെട്ട ആരോ വന്നത് പുതിയ പുള്ളിയാണെന്ന് പറഞ്ഞ് അവർ തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ഉത്തരവാദിയല്ല. അന്ന് 10-15 വർഷം മുമ്പാണ്. അന്ന് കുറേ കൂടെ ചെറുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ ഇതിനകത്ത് കയറിപ്പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം വൃത്തികേടുകൾ അമേരിക്കയിലാണ്. അതുപോലെ മൃഗീയമായിട്ടാണ് ജീവിക്കുന്നത്, പരസ്യമായിട്ടാണ് മൃഗങ്ങളെ പോലെ ശയിക്കുക. ആ നിലയിൽ അമേരിക്കയും ഇംഗ്ലണ്ടും അത് പതിച്ചിരിക്കുകയാണ്. അതെല്ലാം പാപമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ഭയാനകമാണ്. ആര് തന്നെ സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് പാപം. അതുകൊണ്ട് ധാർമ്മികമായി അധപ്പതിക്കുന്ന അനാചാരവും അന്ധവിശ്വാസവും പെരുക്കുന്ന പാപങ്ങൾ, പാപത്തെ ഭയപ്പെടുക, പാപത്തിന് നടുങ്ങുക, പാപം ചെയ്യാതിരിക്കുക. ഞാൻ ആ ഭാഗം വിടുകയാണ്. മനുഷ്യൻ ജന്മന കർമ്മണ പാപിയാണ്. ആ പാപകർമ്മത്തിൽ നിന്ന് ആരും മുക്തരല്ല. ഈ പാപികളായ മനുഷ്യവർഗം പാപികളെന്ന് ബോധ്യം വരും. മനുഷ്യനെ സംബന്ധിച്ച 3ാമത്തെ കുറിപ്പ്, മഹാനായ മനുഷ്യൻ പാപിയായ മനുഷ്യൻ പാപത്തിന് മോചനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലയോ ദൈവമേ, എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്ന് ത്രാഹിമാം 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 പുണ്ടരീകാക്ഷ. ഇതാണ് അവന്റെ പ്രാർത്ഥന. ചുരുക്കി പറഞ്ഞാൽ അഡ്വലോക ജനകോടികൾ അവനിയുടെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തോട് അവിരാമം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അർത്ഥിച്ചു നിന്നാൽ ഉത്തരം കൊടുക്കാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ബൈബിൾ പറയുന്ന ദൈവം ജീവനുള്ളവനാണ്. ബൈബിൾ പറയുന്ന ദൈവം കരുണയുള്ളവനാണ്. ബൈബിൾ പറയുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആ ദൈവത്തിന് പ്രാർത്ഥന കേട്ടാൽ ഉത്തരം പറയാതിരിക്കാനൊക്കെയില്ല. ദൈവം പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ വെറുതെ വരാമെന്നല്ല, ഞാൻ വരുന്നു. വെറുതെ വരികയില്ല, എഴുതിയിരിക്കുന്നത് പോലെ വരികയുള്ളൂ. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതനുസരിച്ച് വരും. നിങ്ങൾ ഈ പ്രയാറ്റുകാരെല്ലാം ഇവിടെ മനോഹരമായ ലൈബ്രറിയോ നല്ലൊരു ആശുപത്രിയോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ ഇവിടേക്ക് വിളിച്ചാൽ അദ്ദേഹം തീർച്ചയായും സമ്മതിക്കും. ഞാൻ കേരളത്തിൽ വരാം, പ്രയാറ്റെ ആശുപത്രി അല്ലെങ്കിൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാം. അദ്ദേഹം നിങ്ങൾക്ക് ഡേറ്റയൊക്കെ തന്ന് നമ്മൾ മന്ത്രകാര്യ ഗവൺമെന്റ് പറയണം, കേരള സർക്കാർ പറയണം, സുരക്ഷിതത്വമെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയാകുമ്പോൾ ഒരു ദിവസം പത്രമെടുത്തു. ഏത് പത്രമെടുത്താലും ഒരേ വാർത്ത, രാഷ്ട്രപതി നാളെ കേരളത്തിൽ. പിറ്റേ ദിവസമായി ഏത് പത്രം എടുത്താലും ഒരേ വാർത്ത, രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. അടിയിൽ താഴത്തെ പ്രോഗ്രാം എഴുതിയിരിക്കും. കുറെ കഴിഞ്ഞ് റേഡിയോ ട്യൂൺ ചെയ്തു, അതിൽ ഒരേ വാർത്ത, രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നമുക്ക് വായിക്കാം. ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന ബുള്ളറ്റിനിൽ വാർത്ത പ്രഖ്യാപിക്കും, രാഷ്ട്രപതി ഇത്ര മണിക്ക് ഡൽഹി വിട്ടു, അത് ഇത്ര മണിക്ക് തിരുവനന്തപുരത്ത് തിറങ്ങി എത്തിച്ചേർന്നു. മുഖ്യമന്ത്രിയും ഗവർണറും പൗരമുഖ്യന്മാരും ചേർന്ന് അദ്ദേഹത്തെ ഊഷ്മളമായ സ്വീകരണം നൽകി. അദ്ദേഹം 2 മണി വരെ രാജ്ഭവനിൽ വിശ്രമിക്കുന്നതാണ്. 2 മണിക്ക് പത്രപ്രതിനിധികളെ സ്വീകരിക്കുന്നതാണ്. 3 വരെ ആ സമ്മേളനം നടക്കും. 3 മണിക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വരുന്ന വഴിക്ക് അവിടെ ഇവിടെയായുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിലായി 5:30 അദ്ദേഹം പ്രയാറ്റ് എത്തിച്ചേരുന്നതാണ്. ഇതാണ് പ്രോഗ്രാം. അങ്ങനെ ഈ പ്രോഗ്രാം വെച്ച് വരുമ്പോൾ നമ്മുടെ സ്വീകരണ കമ്മിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്. കുറെ കഴിഞ്ഞ ഉച്ച കഴിഞ്ഞപ്പോൾ റോഡിന്റെ 2 വശത്തും പോലീസ്. അതാണല്ലോ നമ്മുടെ ജനാധിപത്യം. റോഡിന്റെ 2 ഇന്ത്യൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരുമ്പോൾ തോക്കും പിടിച്ച് 10 ഡിക്കൽ ഒരു പോലീസുകാരൻ കാവൽ നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇതിലേ വരും. നമ്മുടെ പ്രസിഡന്റ് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അംബാസഡറിലാണ് വരുന്നത്, ഇംബാലയിലെ വരുന്നത്, തമ്പുരാനെ അറിയാവും. എങ്ങനെയായാലും ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ സ്വീകരണ കമ്മിറ്റി വിളിച്ചു, രാഷ്ട്രപതി ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം കൊട്ടാരക്കര വിട്ടു, അദ്ദേഹം അടൂരം വിട്ടു, അദ്ദേഹം ഇതാ വന്നുകൊണ്ടേ
അതല്ലേ വിട്ടല്ലേ ഇവിടെ. അതുകൊണ്ടെല്ലാം വിട്ട് അദ്ദേഹം ചെങ്ങന്നൂരിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അദ്ദേഹം പ്രയാറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇതാ വരുന്നു രാഷ്ട്രപതി. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അകമ്പടി വാഹനങ്ങൾ, പോലീസ് സന്നാഹമെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു രാഷ്ട്രപതി എന്ന് പറയും. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയും. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കാലിന്റെ ഡോർ തുറന്ന് കാലെടുത്ത് തറയിൽ കുത്തുമ്പോൾ 1 2 3 4 5 6 7 8 24 വരികൾ